ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫോർക്ക് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റണം. ആക്സിലേറ്റർ കേബിളിൻ്റെ ത്രോട്ടിൽ ലിപ്പ് മാറ്റിയിടുന്ന പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ടൈറ്റിങ് ആവശ്യം ടൈറ്റ് ചെയ്യണം. ഫ്രണ്ട് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും ബെയറിംഗ് ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ടർ സർവീസ് ഫ്രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ പറഞ്ഞ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, അത് ഒട്ടിക്കുക. സെൽഫിൻ്റെ സ്വിച്ച് മാറ്റുക. അത്രയും കേസാണ് പറഞ്ഞത്. നമുക്ക് ജനറലായിട്ട് സർവീസൊന്നുമില്ല, ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണുന്നുണ്ട്, ഒരു മൈന്യൂട്ട് പ്ലേ കാണുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ബെയറിങ്. അത് നമുക്ക് ഇപ്പോൾ അത് അഴിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ ആരംഭമാണ്. തന്നെയല്ല നമുക്കത് ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റൊക്കെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം അതൊക്കെ വലിച്ച് തീർന്ന് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റണ ടൈമിൽ മാറ്റിയാലും മതി. അപ്പോഴത്തേക്കൊക്കെ നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഫ്രീ പ്ലേ മാത്രമേ കാണിക്കുള്ളൂ. അത് ഇപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച് മാറ്റണമെന്നില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തു, അതിന് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസാണ് മെയിനായിട്ടുള്ള കേസ്. നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ സീൽ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ അയച്ച് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫോർക്ക് പൈപ്പ് നല്ല രീതിയിൽ ലീക്കുള്ള പൈപ്പ് നോക്കുന്നുണ്ടല്ലോ, 2 പൈപ്പിനും പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടല്ലോ, അത് ഈ മാർക്ക് ചെയ്താണ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഡോട്ട് കുത്ത് പോലെ കാണുന്നുണ്ട്. അത് നമ്മളിങ്ങനെ വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കൈമ തടയണമായിട്ട് അനുഭവപ്പെടും. ഈ സൈഡിൽ അങ്ങനെ തന്നെ കറക്റ്റ് നമ്മുടെ കൈമ ഒന്ന് തടയുന്നുണ്ട്. അതേപോലെ ഈ പൈപ്പിൻ്റെയും ഏകദേശം അതേപോലെ തന്നെയാണ് അതിൻ്റെ ഡോട്ടുകൾ വന്നേക്കണേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഓയിൽ സീൽ അടിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ആ ഓയിൽ സീൽ കവറാവില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നല്ല ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല ഫോഴ്സിലാണ് അതിൻ്റെ ഉള്ളിൽ ഓയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് ആ ഗ്യാപ്പിൽ കൂടെ ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പിൽ കൂടെ ഓയിൽ തള്ളി പുറത്തേക്ക് വരും. അപ്പോൾ ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റിയതിന് ശേഷം ഓയിൽ സീൽ മാറ്റിയാലാണ് നിൽക്കുള്ളൂ. ഇനി അതല്ല ഓയിൽ സീൽ മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കയറ്റാമെന്ന് വയ്ക്കാം. പക്ഷേ ഓയിലേക്ക് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളുണ്ടാവും, ചിലപ്പോൾ തൊട്ടടുത്ത ആഴ്ചകളിലുള്ളിൽ തന്നെ എന്തെങ്കിലും വരും. പിന്നെ നമ്മൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വീലിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാഡ് സെറ്റൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് പാഡും കൂടി കൂട്ടത്തിൽ മാറ്റിയിടാം. കാളിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആക്സിലേറ്ററിൻ്റെ ത്രോട്ടിൽ ഗ്രിപ്പ് മാറണം, ആ സ്വിച്ച് മാറണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റാതെ ഓയിൽ സീൽ മാത്രം മാറ്റിയിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഓയിലേക്ക് പെട്ടെന്ന് തന്നെ വന്നേക്കാം. നമ്മൾ ഈ മുടക്കണ പൈസ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം, എസ്റ്റിമേറ്റ് സഹിതം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.